ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കിഷോറും അതുപോലെ ഗീതുവും തമ്മിൽ വീണ്ടും പ്രണയത്തിലാണെന്നും ഗീതുവിൻ്റെ കാമുകൻ എന്നുള്ള നിലയ്ക്ക് കിഷോറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഗീതു ഈ കണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്തു കൂട്ടിയതെന്നും എല്ലാവരും പറഞ്ഞത് വിശ്വസിച്ച് നമ്മുടെ ഗോവിന്ദൻ ഗീതുവിനെ തള്ളി പറഞ്ഞു. ഗോവിന്ദൻ അറിയാവുന്നവരോട് മുഴുവൻ ഗീതു കൊള്ളില്ലാത്തതാണെന്നും ഗീതുവിൻ്റെ മനസ്സിലെ ഉദ്ദേശം ഇതാണെന്നും പറഞ്ഞു പരത്തിക്കൊണ്ട് ഇങ്ങനെ നടക്കുക. അങ്ങനെ ആ നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, അങ്ങനെ ഗീതുവിനെ സഹായിക്കാൻ നടന്ന ഈ നമ്മുടെ മഹേഷ് എന്ന് പറയുന്ന വ്യക്തിയോടും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. മഹേഷിനാണെങ്കിൽ ഇപ്പോൾ ഗീതുവിനെ ഭയങ്കര സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ആയി. അങ്ങനെ ഇവർ ഇപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കിഷോറിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഗീതു ഇവരെ മനഃപൂർവ്വം ചതിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗീതുവിനെ ഇനി കയറൂരി വിട്ടാൽ പറ്റില്ല, ഗീതുവിന് തിരിച്ചടി കൊടുക്കണം എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നു. പാവം ഗീതു ആണെങ്കിൽ മനസ്സാ വാച അറിയാത്ത കാര്യമാണ്. ഈ സമയത്താണ് ഗോവിന്ദൻ ഏറ്റെടുത്ത രഘുറാം IT സൊല്യൂഷൻ്റെ ആ ഒരു ഇതിലേക്ക് കിഷോറിനെ ഗീതുവിൻ്റെ സ്റ്റാഫായിട്ട് നിയമിക്കുന്നത്, അതായത് ഗീതുവിൻ്റെ കീഴുദ്യോഗസ്ഥനായിട്ട്. അപ്പോൾ ഗീതുവിൻ്റെ കീഴുദ്യോഗസ്ഥനായിട്ട് പണിയെടുക്കാൻ കഴിയാതെ കിഷോർ ഇങ്ങനെ ആകെ കിടന്നു ചുറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് അവരോട് കിഷോറിന് പറയാനും കഴിയില്ല. ആകെ പെട്ട് നിൽക്കുന്നൊരവസ്ഥ. ആ സമയത്ത് അവർണികയാണെങ്കിൽ കിഷോറിനോട് ജോലി ചെയ്തേ പറ്റുമെന്ന് തർപ്പിച്ച് പറയുന്നു. ഇല്ലെങ്കിൽ അവർ തമ്മിലൊരു ജീവിതം ഇനി ഉണ്ടാകില്ലെന്നും തൻ്റെ ജീവിതത്തിൽ നിന്നും കിഷോറിനെ എന്നേക്കുമായി പടിയിറക്കി വിടുമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കോ ഈ കിഷോറിന് ടെൻഷൻ അങ്ങ് ഇരട്ടിക്കിരട്ടി കൂടുതലായി. അങ്ങനെ നീ കാരണം ഞങ്ങൾക്ക് എത്ര കോടി രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ഈ കമ്പനി ഇപ്പോൾ ഇതുപോലെ ആയി പോകാൻ കാരണം നീയാണെന്നും നീ അവിടെ പോയി ജോലി എടുത്തേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് കിഷോറിനെ എടുത്തിട്ട് പൊതിക്കുക ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അവർണിക. പക്ഷെ താൻ പോകില്ലെന്ന് തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഈ പറയണ കിഷോറും. അപ്പോഴേക്ക് രഘുറാം അതിൻ്റെ ഇടയിൽ വന്നിട്ട് പറഞ്ഞു, മോനെ നീ അങ്ങനെയൊന്നും പറയരുത്, നമ്മുടെ ഭാവി ഇനി സുരക്ഷിതമാക്കി എടുക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്തമാണെന്നും നിൻ്റെ കഴിവിൽ ഇനിയും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, നീ അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇനിയും നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ടല്ലേ ഞങ്ങൾ നിന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്, നിനക്കതൊന്ന് അംഗീകരിച്ചുകൂടെ? ആ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ ചോദിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരന് ഭയങ്കരമായിട്ടൊരു ടെൻഷനും കാര്യങ്ങളും. അപ്പോൾ അവിടെ ജോലി എടുക്കാൻ പോകുന്ന കാര്യം പറയുമ്പോൾ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന് കിഷോറിനോട് ഇവർ ചോദിക്കുക. എന്താ ഞങ്ങൾ അറിയാത്തതായി എന്തെങ്കിലും മറ്റ് ചതികൾ നീ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കിഷോറൊന്ന് ഞെട്ടി. തമ്പുരാനെ, ഇനി ഇതും കൂടെ അറിയാത്ത കുഴപ്പമുള്ളൂ, ബാക്കിയെല്ലാം പൂർത്തിയായി എന്നുള്ളൊരിതിൽ. അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും ഇതെല്ലാം അവിടെ കഴിയുന്നു. അതെല്ലാം കഴിഞ്ഞ് കിഷോറിനെ ശരിക്കും പറഞ്ഞാൽ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുക, ശരിക്കും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവർ ജോലിക്ക് പോയില്ലെങ്കിൽ നിന്നെ ശരിയാക്കും എന്നുള്ളൊരു മൈൻഡിൽ. അങ്ങനെ ആ ഒരു കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗീതു ആണെങ്കിൽ കിഷോറിനെ രക്ഷിക്കാൻ വേണ്ടി കിഷോറിന് ഇതെല്ലാം അടിച്ചു മാറ്റി കൊടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ കിടന്ന് ഭയങ്കര ഷോയും കാര്യങ്ങളും ഒക്കെയാണ് രാധികയൊക്കെ. അപ്പോൾ രാധിക ഗീതുവിനെ നിർത്തി ചോദ്യം ചെയ്യുന്നു. അപ്പോൾ ഗീതുവിൻ്റെ ഈ പ്രവർത്തികളും കാര്യങ്ങളും കാണുമ്പോൾ ആർക്കാണെങ്കിലും ചെറിയൊരു സംശയം തോന്നും. അങ്ങനെ ആ ഒരു സംശയത്തിൻ്റെ പുറത്ത് ഗോവിന്ദ് ഇങ്ങനെ ഇവരുടെ അരികിലേക്ക് വന്നു. എന്താണ് ഇവിടെ സംസാരം എന്നുള്ളവർ. അപ്പോൾ മഹേഷും ഒക്കെ ഉണ്ട്. ഈ സമയത്ത് ഗീതു ചെയ്ത തെറ്റിനെ പറ്റി രാധിക വാതോരാതെ അവിടെ നിന്നിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗീതു ഗോവിന്ദനോട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞു, ഒരിക്കലും ഞാൻ അങ്ങനെ എൻ്റെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല എന്നുള്ള കാര്യം പറയുക. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വീട്ടിൽ നിങ്ങൾക്കെതിരായി നടക്കുന്ന ചതി അത് എന്ന് ഞാൻ കണ്ടെത്തിയോ അന്നു മുതലാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത്. നിങ്ങൾ പൊക്കിപ്പിടിക്കുന്ന നിങ്ങളുടെ ഈ രണ്ടാനമ്മ നിങ്ങളുടെ ജീവൻ എടുക്കുമ്പോഴല്ലാതെ നിങ്ങൾ പഠിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ്റെ മുന്നിൽ ഗീതു ഇങ്ങനെ ഓരോ തെളിവുകളും നിരത്തുമ്പോൾ നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നതെന്നും ചോദിച്ചുകൊണ്ട് രാധിക അങ്ങോട്ട് തല്ലപിള്ള ചമയണം. ഈ സമയം ഗീതു പറയുന്ന കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിന്ന് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു, നിർത്തിക്കോ, മതി, ഇവിടെ നിർത്തിക്കോളണം നിൻ്റെ ഈ വാൾപ്പയറ്റും കാര്യങ്ങളും ഒക്കെ. നിന്നോട് ഞാൻ അവസാനമായിട്ടൊരു കാര്യം പറയുകയാണ്. നീ ഇപ്പം ഇത്രയും കാലമായിട്ട് ഇവിടെ കിടന്ന് പറയുന്നുണ്ടല്ലോ എൻ്റെ അമ്മ വഞ്ചകയാണ്, എൻ്റെ അമ്മ എന്നെ ചതിക്കും, എൻ്റെ അനിയൻ എന്നെ ചതിക്കും, സ്വത്ത് അടിച്ചു മാറ്റും, ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതെല്ലാം തെളിയിക്കാൻ ഞാൻ നിനക്കൊരു അവസരം തരികയാണ്. നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് തെളിവ് സഹിതം നീ എൻ്റെ മുന്നിൽ നിരത്തി കഴിഞ്ഞാൽ ഈ വീട്ടിലെ സർവ്വ അധികാരിയായി സർവ്വ അവകാശങ്ങളോടും കൂടി എൻ്റെ ഭാര്യയായി നിനക്കിവിടെ കഴിയാം. മറിച്ച് അത് തെളിയിക്കാൻ നിന്നെക്കൊണ്ട് കഴിഞ്ഞില്ല എങ്കിൽ എൻ്റെ അമ്മയോട് ചെയ്ത തെറ്റിന് മുഴുവൻ മാപ്പിരന്നുകൊണ്ട് സകലതും ഏറ്റു പറഞ്ഞ കാലിൽ വീണ് മാപ്പി യാചിച്ചുകൊണ്ട് ഈ വീടിൻ്റെ പടി ഇറങ്ങിക്കോളണമെന്ന് പറഞ്ഞു.
പിന്നെ ഈ വീട്ടിലോ വീട്ടുകാർക്കോ എനിക്കോ നീ ആരും ആയിരിക്കില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ ഗീതുവിനെ പറഞ്ഞിങ്ങനെ ഓരോന്നാക്കുക. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഗീതുവിന് ശരിക്കും വിഷമമായിട്ടോ. പക്ഷേ ഗീതു ഒറ്റയ്ക്കേ ഉള്ളൂ. ഗീതുവിന് പൊരുതി നേടാൻ ഗീതു മാത്രമേ ഉള്ളൂ എന്ന് ഗീതുവിന് നന്നായിട്ട് അറിയാം. അപ്പോൾ ഗീതുവും ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. രാധികയുടെ മുന്നിൽ വെച്ച് ഗോവിന്ദും ഗീതുവും പരസ്പരം ഏറ്റുമുട്ടുന്നു. അങ്ങനെ ആ വെല്ലുവിളിക്ക് ഗീതു നിന്നു കൊടുക്കുകയാണ്. ആ വെല്ലുവിളി താൻ സ്വീകരിച്ചു എന്നുള്ളൊരിതിൽ അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഈ ഒരു വെല്ലുവിളിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴേക്കും രാധികയ്ക്ക് നെഞ്ചിടിപ്പ് കൂടി. പിന്നെ ഗീതു എന്ന് പറയുന്ന പെൺകുട്ടി വെറും പുഴുവാണ് എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ട് രാധിക അത്രയ്ക്ക് അങ്ങോട്ട് കയറി അങ്ങോട്ട് മറ്റു പ്രശ്നങ്ങൾക്കൊന്നും നിന്നില്ല. ഗീതുവിന് ഇത് തെളിയിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ആശാത്തി ഇപ്പോഴും നിൽക്കുന്നത്. അങ്ങനെ ആ വിശ്വാസത്തിൽ നിൽക്കുന്നത് കൊണ്ട് എന്താ പ്രത്യേകിച്ച് വലിയ പണിപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ സ്വയം ആശ്വസിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും അവിടെ നടക്കുമ്പോൾ അയ്യപ്പേട്ടന് നേരത്തെ ഗീതുവിനോട് കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അയ്യപ്പേട്ടനും ഗീതുവിന് ഇഷ്ടമല്ലാണ്ടായി. ഗീതു തെറ്റുകാരിയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ. അങ്ങനെ മഹേഷ് ആണെങ്കിലും ഗീതുവിനോട് ചോദിക്കുന്നുണ്ട്, ഇത് ഇത്രയും വലിയ തെറ്റ് എന്തിനാണ് ചെയ്തത്, ഞങ്ങൾ എന്ത് മഹാഭാവമാണ് ചെയ്തത്, അല്ലെങ്കിൽ ഗോവിന്ദ് നിന്നെ എത്രത്തോളം സ്നേഹിച്ചതാണെന്ന് അറിയോ ഗീതു, ആ ഗോവിന്ദനോട് ഈ ചതി ചെയ്യേണ്ടായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നു. ഗീതു ഇതൊന്നും മനസ്സാ വാച കാര്യങ്ങൾ അറിയുന്നതല്ല. അപ്പോൾ ഗീതു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഗീതു ഇവരോടൊക്കെ പറഞ്ഞെങ്കിലും ഗോവിന്ദ് പറയുന്നതാണല്ലോ അവർക്കൊക്കെ വിശ്വാസം. അവരൊക്കെ കണക്കിലെടുക്കുന്നതും ഗോവിന്ദൻ പറയുന്നത് തന്നെയായിരിക്കും. അതിന് വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാനില്ല. എന്തായാലും എല്ലാവരുടെയും മുന്നിൽ ഗീതു ഇപ്പോഴും കിഷോറിൻ്റെ കാമുകിയാണെന്നും കിഷോറിന് വേണ്ടി ഇവരെ ചതിക്കുകയാണെന്നും അറയ്ക്കൽ തറവാട് ഇവരുടെ കൈകളിൽ നിന്നും തട്ടിയെടുക്കാനാണ് ഗീതു ശ്രമിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതുവിനെ ഗോവിന്ദൻ്റെ മുന്നിലൊരു ഭൂലോക ഫ്രോഡാക്കി ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നു. അങ്ങനെ ഗീതു പറഞ്ഞ കാര്യങ്ങളിലൊന്നും സത്യം ഉണ്ടാകില്ല എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഗോവിന്ദൻ ഗീതുവിനെ കയറി വെല്ലുവിളിക്കുകയും ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന സമയത്താണ് നമ്മുടെ ഗീതു ഫോൺ എടുത്ത് വേഗം തന്നെ മേഡത്തിനെ വിളിക്കുന്നത്. വിജയലക്ഷ്മിയെ വിളിച്ച് ഇന്ന് വീട്ടിൽ നടന്ന കാര്യങ്ങളെപ്പറ്റി പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മേഡം ചോദിച്ചു, നീ എന്തിനാണ് ടെൻഷനാവുന്നത്, നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല, നിൻ്റെ മുന്നിൽ വഴികളില്ലെങ്കിൽ പിന്നെ വേറെ ആരുടെ കൈകളിലാണ് വഴി, അല്ലെങ്കിൽ വേറെ ആരുടെ മുന്നിലാണ് വഴിയെന്ന് ചോദിച്ചു. നിന്നോട് ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ, ഗോവിന്ദനെ നീ സ്നേഹിക്കണമെന്ന്, അവനെ സ്നേഹിച്ച് സ്നേഹം കൊണ്ട് അവനെ പൊതിയണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞത് നീ എന്താ മറന്നുപോയെന്ന് ചോദിച്ചു. ഞാൻ എങ്ങനെ സ്നേഹിക്കണമെന്നായി, എന്നെ കണ്ട കടിച്ചു കീറാൻ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ഞാൻ എങ്ങനെ ചെല്ലാനാണ് മേഡം എന്ന് ചോദിച്ചപ്പോൾ, നീ വിചാരിച്ചാൽ ഗോവിന്ദിൻ്റെ അരികിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല ഗീതുമോളെ എന്ന് ഈ മേഡം ചോദിക്കുക. അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ എങ്ങനെ എത്തിപ്പെടുമെന്നാണ് മേഡം പറയുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ആ ഒരു സംസാരവും കാര്യങ്ങളും അതങ്ങനെ ഗീതുവിന് ഒരു തളർച്ച വരുമ്പോൾ ഗീതുവിനെ 10 ഇരട്ടി ശക്തിയോട് ഉയർത്തെഴുന്നേൽപ്പിക്കാനായിട്ട് മേഡം അപ്പുറ സൈഡിൽ നിൽപ്പുണ്ട്. അതൊന്നും രാധികയെന്ന് പറയുന്ന ചെകുത്താൻ അറിയില്ല. രാധിക ഏതായാലും സ്വപ്നത്തിൽ പോലും ഒന്നും വിചാരിക്കുന്നുമില്ല. രാധിക മനസ്സിൽ കാണുമ്പം പുള്ളിക്കാരി ഒന്ന് മാനത്ത് കാണും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഈ ആഴ്ചത്തെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങളിലേക്ക് എത്തുന്നതും എളുപ്പത്തിൽ നമ്മുടെ കഥ കേൾക്കാൻ കഴിയുന്നതുമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണാം. എല്ലാവർക്കും ടാറ്റാ.